ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ മോഹൻലാലിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തു. ആനക്കൊമ്പ് സുഹൃത്തുക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണെന്നാണ് മോഹൻലാലിന്റെ മൊഴി. അതേസമയം സംഭവത്തിൽ നിയമ നടപടിയുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുമെന്ന് കെ.ബി. ഗണേഷ് കുമാർ അറിയിച്ചു. മോഹൻലാലിന്റെ കൈവശമുള്ളത് ആനക്കൊമ്പ് തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. രേഖകൾ പരിശോധിച്ച ശേഷം നിയമ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ആലപ്പുഴയിൽ പറഞ്ഞു. ആനക്കൊമ്പ് കയ്യിൽ വെച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് വനംവകുപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് അന്വേഷണം നടത്തി കോടതിയിൽ അതിന്റെ റിപ്പോർട്ട് കൊടുക്കും. ആനക്കൊമ്പ് തന്നെയാണ്. ആനക്കൊമ്പ് അതായത് ഇൻകം ടാക്സുകാർ ആനക്കൊമ്പ് പോലെ തോന്നിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു. അതിന് നോട്ടീസ് തന്നതനുസരിച്ച് നമ്മൾ പരിശോധിച്ചു. ആനക്കൊമ്പാണ് എന്നുള്ള റിപ്പോർട്ട്. പക്ഷേ ഇൻകം ടാക്സുകാർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ആനക്കൊമ്പ് കണ്ടതുകൊണ്ട് അതിൻ്റെ രേഖകൾ പരിശോധിക്കാനുള്ള ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. ആ കേസ് കണ്ടതിന് ശേഷം മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ ശരിയായ രേഖകളുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കും. അതേസമയം അനധികൃതമായി ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ നടൻ മോഹൻലാലിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തു. മലയാറ്റൂർ DFO നാഗരാജും കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും മോഹൻലാലിന്റെ മൊഴി രേഖപ്പെടുത്തി. ആനക്കൊമ്പ് സുഹൃത്തുക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണെന്ന് മോഹൻലാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. മോഹൻലാലിനോടൊപ്പം കേസിൽ പ്രതി ചേർക്കപ്പെട്ട മറ്റു രണ്ടുപേരുടെ മൊഴി കൂടി വനംവകുപ്പ് രേഖപ്പെടുത്തും. മോഹൻലാലിന്റെ പക്കലുള്ള ആനക്കൊമ്പിനെ സംബന്ധിച്ച രേഖകൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അനധികൃതമായി ആനക്കൊമ്പ് കൈവശം വെച്ചതിന് വന്യജീവി സംരക്ഷണ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി മോഹൻലാലിനെ ഒന്നാം പ്രതിയായാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ, കൊച്ചി.